ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പയറ് പരിപ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു കപ്പ് പയറ് പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പരിപ്പ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കയ്യിലെടുത്ത് കഴിയുമ്പോൾ നല്ല ചൂടുണ്ടാവും. ആ സമയത്ത് ആണ് നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ പരിപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഇപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 or 3 വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് ഈ പയർ പരിപ്പൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 വിസിലാണ് പരിപ്പിന് വെച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് പായസത്തിന് ആവശ്യമുള്ളത്. ഇനി നമ്മൾ പായസം തയ്യാറാക്കാൻ വേണ്ടി വേറൊരു പാത്രം വെച്ചു. അതിലോട്ട് ഞാനൊരു 200 ഗ്രാം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ശർക്കരയിൽ മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അതുകൊണ്ട് എന്തായാലും അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഒരു 2 or 3 സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിയിൽ ഞാൻ മണ്ണൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരിപ്പ് വറുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വറുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് 1 സ്പൂണ് നമ്മുടെ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഈ ശർക്കരയും അതുപോലെ വേവിച്ച പരിപ്പും പിന്നെ നെയ്യും ഈ ചവ്വരിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വരട്ടിയെടുക്കണം. അതായത് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം കുറഞ്ഞ് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. ആ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ഞാനിവിടെ 1-ാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അരമുറി തേങ്ങ എടുത്ത് ചിരവിയിട്ട് അതിലുള്ള പാൽ മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് നമുക്ക് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് 1-ാം പാലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ഇവിടെ ചെയ്തേക്കുന്നത്. 1 ഗ്ലാസ് പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ പായസം ഇനി ഒരുപാടൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള കശുവണ്ടിയും അതുപോലെ കിസ്മിസുമാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒത്തിരി സമയമൊന്നും നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു പായസം ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസുകളൊക്കെ എഴുതാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.